കൃപാസന മാതാവ് ഈ പള്ളിയെപ്പറ്റി അറിയുകയും ഒരു ചേച്ചി എൻ്റെ വീട്ടിലൊന്ന് പറയുകയും ഞാൻ ഒരുപാട് ദുരിതത്തിൽ മദ്യപാനിയായിരുന്നു, തികച്ചും പൂർണ്ണം. സിനിമ ഷൂട്ടിങ്ങിലാണ് എൻ്റെ ജോലി. കിട്ടുന്ന പൈസ എല്ലാം പകുതിയിലേറെ ഞാൻ കുടിച്ച് വീട്ടിലാണ് വരിക. എൻ്റെ ഭവനത്തിൽ പോലും വരാതെ ഞാൻ കറങ്ങി നടന്ന് വെള്ളമടിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഈ പള്ളിയെപ്പറ്റി അറിയുകയും മാതാവിനെ പറ്റി എൻ്റെ വൈഫ് ഒന്ന് പറയുകയും, ചേട്ടാ നമുക്ക് ഈ പള്ളിയിൽ പോകണം, ഉടമ്പടി എടുക്കണം, ചേട്ടൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമല്ലായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം വരാമെന്ന് എൻ്റെ ഭാര്യയുടെ സമ്മതിക്കുകയും അങ്ങനെ ഒരു ഭവനം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 6 മാസം ആയപ്പോൾ തന്നെ ഭവനം വയ്ക്കാണ്ട് ചിറ്റി കെട്ടി KSFBയിൽ 6 മാസത്തോളം വെള്ളമടിക്കാതെ പോയ സമയത്ത് ഉടമ്പടി മുടങ്ങുകയും വീണ്ടും ഭാര്യ കൊച്ചിനെയും മക്കളുമായിട്ട് എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് മദ്യപാനം വീണ്ടും തുടങ്ങുകയും വീണ്ടും അവളെ വീട്ടിൽ പോവുകയും ഒരാഴ്ചത്തോളം ഞാൻ പട്ടിണിയാലായിരുന്നു. അങ്ങനെ ഒരു നാൾ ഫോൺ വിളിച്ചപ്പോൾ അവൾ വീട്ടിൽ തിരികെ വന്നു. വീണ്ടും ഉടമ്പടി എടുത്താൽ മാത്രമേ ഞാൻ വരുവുള്ള ഭവനത്തിലോട്ട്. അങ്ങനെ എൻ്റെ ഭാര്യ കരഞ്ഞും കൊണ്ട് രണ്ടാമത് എൻ്റെ മക്കളെയും കൊണ്ടുവന്നു. വീണ്ടും ഈ 2025 ജനുവരി 17-ാം തീയതി 1-ാം മാസം 17-ാം തീയതി പള്ളി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പൂർണ്ണമായിട്ടും മദ്യവയ്ക്കില്ലെന്ന് ഞാൻ ഈ നടയിൽ പ്രാർത്ഥിക്കുകയും ഈശോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭവനം പൂർത്തിയായിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെള്ളം അടിക്കില്ല. എന്നാൽ പോലും ഇപ്പോഴും എൻ്റെ ഭവനം മാതാവ് എനിക്ക് ഭവനം പൂർത്തീകരിച്ച് തന്നു. ഒരു KSFB ചിട്ടി ഉടൻ തന്നെ വീഴുകയും 7 ലക്ഷം രൂപ കയ്യിൽ കിട്ടുകയും 2-3 മാസമാകുന്നു 90-ൻ്റെ അന്ന് തന്നെ വീട് ഏകദേശം പൂർത്തീകരിച്ചു. പൈസ ഇല്ലാതെ നിന്ന് വീണ്ടും ഞാൻ ഒരു KSFB പൈസ തികയാതെ വന്നപ്പോൾ അടുത്തുള്ള ഗ്രാമീണ ബാങ്കിനെ സമീപിച്ചു. അവരാദ്യം പറഞ്ഞ 50,000 രൂപയ്ക്ക് മേലെ ഈ ബാങ്കിൽ നിന്ന് തരാൻ പറ്റില്ല. ഞാൻ കാശ് രൂപം വച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി പോയി പ്രാർത്ഥിച്ചു, സാറേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഈ കട കടന്നു പോകും സാർ, എന്തെങ്കിലും ഒന്ന് അത് ഞാൻ ആരെങ്കിലും വന്ന് ഒരാളെ പറഞ്ഞു വിട്ട് വീട്ടിൽ നോക്കട്ടെ, ഭവനം സന്ദർശിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരും നോക്കുകയും പണി കുറച്ചുകൂടി തീരാറുണ്ട്, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറേശ്ശെ 2,500 വെച്ച് മാസം തോറും അടച്ചോളാം, ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യണം, എനിക്ക് ശമ്പളമുണ്ട്, അതിനുള്ള വരുമാനം എനിക്ക് കിട്ടും സാറേ എന്ന് പറഞ്ഞു. എങ്കിൽ 1.25 ലക്ഷം രൂപ നാളെ തരാം, നിങ്ങൾ ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം പേപ്പർ റെഡിയാക്കുന്നത് 5 മണിയായിപ്പോയി. അതിനു മുമ്പ് തന്നെ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ അക്കൗണ്ടിലായിട്ട് പൈസ അയക്കുകയും 1.25 ലക്ഷം രൂപ അയക്കുകയും എനിക്ക് വളരെ സന്തോഷമായി. ആ പൈസയും കൊണ്ട് ഞാൻ പെട്ടെന്ന് വീട് വീണ്ടും പൂർത്തീകരിക്കാൻ തുടങ്ങി. 30-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ്, 28-ാം തീയതി വരെയും പണിയാണ്. പക്ഷേ കയ്യിൽ 1 രൂപയില്ല. ഇതിനിടയ്ക്ക് ഞാൻ സിനിമയിൽ പോയിട്ട് ഹൗസ് വാമിങ് എന്ന് പറഞ്ഞ് വിളിച്ച് ജിത്തു ജോസഫ് സാറും 10,000 രൂപ, ആൻ്റണി പെരുമ്പാവൂർ 10,000, അങ്ങനെ ആ ഒരു ദിവസം തന്നെ കയ്യിൽ അവിടെ നിന്ന് തന്നെ 35,000 40,000 രൂപ എല്ലാ സഹപ്രവർത്തകരും കൂടി പിരിച്ചു തന്നു. വീട്ടിലുള്ള വീണ്ടും പാലിയാച്ചിന് തലേ ദിവസം എല്ലാ സാധനങ്ങളും മാച്ച് സത്യയ്ക്കുള്ള വകയും എല്ലാം എനിക്ക് അവിടെ നിന്നും കിട്ടി. എല്ലാവരും എന്നെ ഈ വെള്ളപ്പണി നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ സുഹൃത്തുക്കളെ എന്നെ തോളോട് ചേർക്കുകയും ഇപ്പോൾ വീട് സന്തോഷം ഇതെങ്ങനെ മാറി എന്നാണ് എൻ്റെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ്, പക്ഷേ ഞാൻ കൃപാസനത്തിൽ പറ്റി കേട്ടു. ആ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷം എനിക്കിപ്പം മദ്യപിക്കണമെന്ന് തോന്നണേ ഇല്ല. ഒരു കാരണവശാലും ഞാൻ മരിക്കണവരെയും ഞാൻ മദ്യപിക്കില്ല. ഇനി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കി എനിക്ക് ജീവിക്കണം.